ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ തന്നെ ഫ്രഷായി റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ സമയം 8:20. അപ്പോൾ നമ്മുടെ പാർക്കില്, മാംഗോ മെഡോസിന്റെ പാർക്കില് സ്റ്റാഫൊക്കെ വരുമ്പോഴേക്കും 9 മണിയാവുന്നതാണ് പറഞ്ഞത്. എങ്കിലും നമുക്ക് അത്യാവശ്യം രാവിലെ തന്നെ ഹായ് ഗുഡ് മോർണിംഗ് പറഞ്ഞു. ഞാൻ ഇനി കാപ്പി ഉണ്ടാക്കി തന്നില്ല എന്ന് പറയണ്ട. പ്രീതമ്മ നന്ദ ഇവിടെ കെറ്റിൽ നിന്നൊരു കോഫി, അങ്ങനെ പതിവില്ല, ചൂടാണ്, എന്റെ മേത്ത് വരും. അപ്പൊ ഇങ്ങനെ ചായ കാപ്പി കാര്യങ്ങളൊന്നും രാവിലെ അങ്ങനെ അല്ലാത്ത സമയത്തൊന്നും അങ്ങനെ പതിവില്ലാത്തതാണ്. അപ്പൊ ഇന്ന് നന്ദിത സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി തന്ന. അപ്പൊ പിന്നെ കഴിച്ചില്ലെങ്കിൽ വിഷമാവണ്ടെന്ന് വെച്ചിട്ട് ഒരു സിപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. നല്ല ചൂടാണ് കേട്ടോ. ഡെലീഷ്യസ്, കൊള്ളാം കൊള്ളാം. മതി. അപ്പൊ ഒരു സിപ്പാണ് കാപ്പി കഴിച്ചത്. കാപ്പിയും ചായയുടെയും പരിപാടിയൊന്നും ഞങ്ങൾക്കില്ല. അപ്പൊ അതുകൊണ്ട് അപ്പൊ നമ്മള് ഇനിയിപ്പോ ഒരു 10 മിനിറ്റുള്ളിൽ ഞങ്ങൾ റൂമിൽ നിന്ന് റെഡി ആയിട്ട് ഇറങ്ങിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകും. ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു വന്നതിന് ശേഷം റൂമിൽ നമുക്ക് എല്ലാ സാധനങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ട് 11 മണിക്കാണ് വെക്കേറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് ഇന്ന് കുറച്ച് ആക്ടിവിറ്റീസ്, ഇന്നലെ ചെയ്യാൻ പറ്റാത്ത കുറച്ച് ആക്ടിവിറ്റീസ് ഇന്ന് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഷിക്കാരി ബോട്ടിലൊന്ന് കയറണം. നല്ല വലിയൊരു വഞ്ചിയാണ് ഷിക്കാര. അപ്പൊ അതിലൊന്ന് കയറി ഒരു അരമണിക്കൂർ റൈഡ് ഉണ്ട്. അപ്പൊ അതിന്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണിക്കാം. അതുപോലെ തന്നെ ഇവിടുത്തെ ഡബിൾ ഡെക്കർ ബസ് ഉണ്ട്. നല്ല അട്രാക്റ്റീവ് ആയിട്ട് രസകരമായിട്ടുള്ള ബസ്സാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ബസ്സാണ്. അപ്പൊ മോളിവിടെ കോഫി ആയിട്ട് വന്നപ്പോ ഗ്ലാസ്സിലാണ്. അപ്പൊ അത് കാരണം കൊണ്ട് ആ ഒരു ടെൻഷനിൽ മാറിപ്പോയതാണ്. അവളെ ശ്രദ്ധിച്ചു കഴിയുമ്പോഴേക്കും മാറിപ്പോയതാണ്. അപ്പോ ആ ബസ്സിലൊക്കെ ഒന്ന് കയറണം. പിന്നെ കുട്ടികളുടെ വലിയൊരു ട്രെയിൻ ഉണ്ട്. കുട്ടികളെ മാത്രമല്ല മുതിർന്നവർക്കൊക്കെ കയറാൻ പറ്റുന്ന ട്രെയിനാണ്. ആ ട്രെയിൻ ഒന്ന് കയറിയിട്ട് ഈ പാർക്കിന്റെ എല്ലാ ഏരിയയിലേക്കും ആ ട്രെയിൻ പോകും. അപ്പൊ അതില് നമുക്ക് സറൗണ്ടിങ്സ് ഒക്കെ ട്രെയിനിൽ ഇരുന്നിട്ട് നമുക്കൊന്ന് കാണാം. ട്രെയിനിലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. പിന്നെന്താ പറയാ, പിന്നെ ഒരു പ്രധാനമായിട്ട് പോട്ട് ഉണ്ടാക്കുന്ന, ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു, ഒരു നമുക്ക് മൺകലം ഉണ്ടാക്കുന്ന ഒരു കുശവൻ മൺകലമൊക്കെ ഉണ്ടാക്കുന്ന കണ്ടിട്ടില്ലെങ്കിൽ കാണിച്ചു തരാം. അപ്പൊ അങ്ങനെ ഇത് കുശവനല്ല, നമ്മൾ തന്നെ ഉണ്ടാക്കണം. അപ്പൊ അവിടെ ചെയ്തു തരാനായിട്ട് നമുക്കൊന്ന് പറഞ്ഞു തരാനായിട്ട് ഒരാളുണ്ടാവും. അപ്പൊ അയാളുടെ ഒപ്പം നമ്മൾ ഇരുന്ന മൺകലം, നമുക്ക് ഒരു പ്രത്യേക അളവൊക്കെ ഉണ്ട്. ആ അളവിൽ ഉണ്ടാക്കുന്ന കലം നമുക്ക് സ്വന്തമായിട്ട് കൊണ്ടുപോവാം, ഇവിടുന്ന് കൊണ്ടുപോകാം. അപ്പൊ ഈ ആക്ടിവിറ്റീസിനൊക്കെ 100 രൂപ നമ്മൾ പേ ചെയ്യണം. അങ്ങനെ പെയ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. അപ്പൊ ഇതൊക്കെ അല്ലേ സർ, അല്ലേ? ഇതൊക്കെ കാണണ്ടേ നമുക്ക്? ഈസ് കോഫി എൻജോയ് ചെയ്യാൻ രാവിലെ. അപ്പൊ ഇതൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ ആക്ടിവിറ്റീസ് ആയിട്ട് മെയിൻ ആയിട്ട് ചെയ്യാനുള്ളത്. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ടുള്ള കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ഓക്കെ. കൊച്ചിന് മീൻ തീറ്റ കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇന്നലെ ഞങ്ങളൊരു മീനൂട്ട് ചെയ്തിരുന്നു. അപ്പൊ അത് ഇസുന് ഇഷ്ടപ്പെട്ടു. മീനെ കാണാം. മീനൂട്ടിനെ പറ്റി ഒരു സ്റ്റോറി ഒക്കെ അവർ പറയുന്നുണ്ട്. മുൻകാല പാപങ്ങളൊക്കെ പരിഹാരമാണെന്ന് എന്തൊക്കെ ഒരു സ്റ്റോറി അതിന് പിന്നിലുണ്ടെന്ന് പറയുന്നത്. ഹൈന്ദവ വിശ്വാസപ്രകാരം മീന് തീറ്റ കൊടുക്കുന്ന മീനൂട്ട് പോലുള്ള കാര്യങ്ങൾ ഒരു ആചാരമാണത്. അത് വളരെ നല്ല കാര്യമാണ്. ക്ഷേത്രങ്ങൾക്ക് അതൊരു പുണ്യപ്രവൃത്തിയാണ്, അല്ലെ? അങ്ങനെയാണോ? അങ്ങനെയാണ് പറയപ്പെടുന്നത്. അപ്പോ നമുക്ക് പതുക്കെ ഇത്തരം കാര്യങ്ങളിലേക്ക് പോകാം. അപ്പൊ റെഡി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകാം. കൊച്ചിന്റെ കയ്യിലൊന്നുമില്ല. പുറത്തേക്കുള്ള വ്യൂ, വാച്ചൊക്കെ അവിടെ ഉണ്ട്. പുറത്തേക്കുള്ള വ്യൂ ഇതാണ് കേട്ടോ. നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഇതുപോലെ ചെയറൊക്കെ ഇട്ട് ഇരുന്ന് രാവിലെ പത്രമൊക്കെ ഉണ്ട് കേട്ടോ. രാവിലെ പത്രമൊക്കെ വായിച്ച് ഇരിക്കാവുന്ന സ്പേസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ വേൾഡിൽ തന്നെ ഗിന്നസ് റെക്കോർഡിൽ പേര് വന്നിട്ടുള്ള ഒരു സ്റ്റാച്ചു ആണ് കേട്ടോ. ബൈബിളിന്റെ സ്റ്റാച്ചു ആണിത്. ഇത് ലോകത്ത് വേറെ എങ്ങും ഇത്രയും ഇതായിട്ട് ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കണ്ടോ, കംപ്ലീറ്റ് നമ്മുടെ സങ്കീർത്തന ഭാഗങ്ങൾ കൊടുത്തിട്ടുള്ള ബൈബിളിന്റെ കംപ്ലീറ്റ് വാക്യങ്ങൾ കൊടുത്തിട്ടുള്ള പേജാണ് കൊടുത്തിരിക്കുന്നത്. ജോബിന്റെ മറുപടി 12-ാം അധ്യായം ഒക്കെ നമുക്കിവിടെ കാണാം. ഇത് ഏറ്റവും വലിയൊരു സ്റ്റാച്ചു ആണ് കേട്ടോ ഇവിടെ ഇരിക്കുന്നത് ബൈബിളിന്റെ. ബൈബിള്
അപ്പോൾ അതിന്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ തുമ്പി ഇതിന്റെ സൈഡിലേക്ക് ഇവിടെ താഴേക്ക് ഇരിക്കാൻ, ഇതിന്റെ അടിയിൽ ഇരിക്കാനുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിന്റെ ബൈബിളിന്റെ തണലിൽ അല്പസമയം എന്നുള്ള രീതിയിൽ നമുക്ക് ഇരിക്കാനൊക്കെ പറ്റും. ഇവിടെ വന്നിട്ട് ഇതിന്റെ അടിയിൽ സിറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, നമുക്കിവിടെ ഇരുന്ന് അല്പസമയം ഇരിക്കാവുന്ന, വിശ്രമിക്കാം. അതിലൂടെ ബൈബിളും വെച്ചിട്ടുണ്ട് കേട്ടോ. ആനന്ദമത്തിനൊക്കെ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ബൈബിളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടോ. അപ്പൊ ഇസും ഞാനും കൂടെ അല്പസമയം ഇവിടെ വന്ന് അങ്ങനെ ഇരിക്കുകയാണ്, ഭക്ഷണം കഴിക്കുന്ന മുൻപായിട്ട്. 8:45 മണിയായി. അപ്പൊ ഭക്ഷണം കഴിച്ചു വന്നിട്ട് നമുക്ക് കൂടുതൽ കാഴ്ചകളിലേക്കൊക്കെ നമുക്ക് പോകാം. നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോവാം. ഇവിടെ ഒരു ബുദ്ധന്റെ സ്റ്റാച്ചു ഉണ്ട്. ഇവിടെ ഒരു ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഹാളാണെന്നുള്ളത് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇന്നലെ ഇവിടെ നല്ല തിരക്ക് കണ്ടിരുന്നു. ഇവിടെ മനോഹരമായിട്ടുള്ളൊരു തേയിലത്തോട്ടം ഉണ്ടോ. ഈ തേയിലത്തോട്ടത്തിൻ്റെ ചുറ്റും സൈഡ് വഴി നമുക്ക് മുകളിലേക്ക് സ്പൈറൽ ഷേപ്പിൽ കയറി പോകാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. ഇങ്ങനെ കുറച്ച് നടന്നു കഴിയുമ്പോൾ നമുക്ക് സ്റ്റെപ്പുകളുണ്ട് കേട്ടോ. ഈ സ്റ്റെപ്പുകളൊക്കെ കയറി മുകളിൽ എത്തിക്കഴിയുമ്പോൾ നല്ല മനോഹരമായിട്ടുള്ളൊരു മറ്റൊരു സെറ്റപ്പാണ് ഉണ്ടോ. സ്റ്റെപ്പുകൾ കയറി ചെല്ലാം. ഇങ്ങനെ കയറി മുകളിലേക്ക് എത്തിക്കഴിയുമ്പോൾ മുകളിൽ നമുക്ക് വിശ്രമിച്ചിരിക്കാവുന്ന നല്ല ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്. സൈഡിലേക്കും ചുറ്റും നമുക്ക് കാണാൻ പറ്റുന്നുള്ള അടിപൊളി സെറ്റപ്പ് വ്യൂ ആണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഒരു തേയിലത്തോട്ടത്തിന്റെ മുകളിലാണ് കേട്ടോ. ഏറ്റവും ടോപ്പ് വ്യൂ ആണ് ഇതിന്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റുന്നത്. കാണിച്ചു തരാം കേട്ടോ. നമ്മൾ താഴെ നിൽക്കുന്ന മുഴുവനും തേയിലയാണ്. സൈഡിൽ കൂടി ഇങ്ങനെ സ്പൈറൽ പോലെ ഷേപ്പിൽ നമുക്ക് ഇങ്ങനെ സ്റ്റെയർ കയറി വരാം. ഇവിടെ നമുക്ക് മുകളിൽ റെസ്റ്റ് ചെയ്തിരിക്കാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. റൂഫ് ഉണ്ടോ. ടോപ്പ് വ്യൂ കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ നിൽക്കുന്നതിന്റെ ഉയരം കണ്ട. അപ്പൊ നമ്മൾ നോക്കി കഴിയുമ്പോ നമ്മുടെ ഓപ്പോസിറ്റ് നോക്കിയപ്പോ തെങ്ങ് കാണാം കണ്ട. അപ്പൊ ആ ഹൈറ്റിലാണ് ഇപ്പൊ നമ്മള് നിക്കുന്നത്. ഇപ്പൊ ഒരു തെങ്ങിന്റെ ഉയരമുണ്ട് ഇതിന് കണ്ട. അങ്ങനെ നന്ദിയ വളരെ ആസ്വദിച്ച് തേയിലത്തോട്ടമൊക്കെ മുകളിൽ നിന്ന് കണ്ടു താഴേക്ക് ഇറങ്ങി വരും. ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മൾ റെസ്റ്റോറൻറ്റ് വന്നിരിക്കുകയാണ്. അരയാൽ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. നമ്മൾ കഴിച്ച് പേരാൽ റെസ്റ്റോറൻറ്റിൽ നിന്നാണ്. ഇന്നിപ്പോൾ അരയാൽ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. ലാസ്റ്റ് അപ്പൊ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മള് ഒരു ജ്യൂസ് വെച്ചിട്ടാണ് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങുന്നത്. നല്ല ചൂട് മുട്ടയാണ് കേട്ടോ. മുട്ടയുടെ തൊണ്ടോട് കൂടിയാണ് വരുന്നത്. നമ്മളിപ്പോ തൊണ്ടൊക്കെ പൊളിച്ചിട്ട് കഴിക്കാൻ പോകും. ഈസു അല്പം ഫുഡ് കഴിച്ചെന്ന് വരുത്തി ചാടി പുറത്ത് കിടന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഏത്തപ്പഴം പുഴുങ്ങിയത്, മുട്ട, ബ്രെഡ്, ജാമ്, ദോശ, പൂരി, പിന്നെന്തൊക്കെയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം. ഞങ്ങള് സാധാരണ നമ്മള് എന്താ പറയാ വെസ്റ്റേൺ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. ബട്ടർ ബ്രെഡ്, പൂരി, ദോശ, ചട്നി, സാമ്പാർ. അപ്പൊ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചാൽ എനർജി ആയിട്ട് നമ്മൾ അടുത്ത ആക്ടിവിറ്റീസിലേക്ക് പതുക്കെ പോവുകയാണ്. ഇതൊരു തീം പാർക്ക് റൈഡ് ബസ്സാണ് കേട്ടോ. നമ്മുടെ പഴയ ഡബിൾ ഡെക്കർ ബസ് പോലുള്ളൊരു ബസ്സാണ് കണ്ടോ. ലണ്ടൻ ഡെക്കർ. നമുക്ക് വണ്ടിക്ക് ഒന്ന് പോവാം, ഒന്ന് റൈഡ് ചെയ്യാം എന്തായാലും. അതിന് മുൻപായിട്ട് നമുക്ക് ട്രെയിനിലൊന്ന് കയറേണ്ടത്. അതായത് ട്രെയിൻ നോക്കി അടിപൊളി സെറ്റപ്പായിട്ട് എത്ര കമ്പാർട്ട്മെൻ്റ് ആണെന്ന് നോക്കി. ഇസുവിനൊക്കെ വളരെ ഇഷ്ടമാണ് ട്രെയിനിൽ കയറാൻ കേട്ടോ. അപ്പോൾ നമുക്കത് ആദ്യം തന്നെ ട്രെയിനിൽ കയറാം. ഇസു ഓടിച്ചോട്ടോ, ട്രെയിൻ ഓടിച്ചോ. ഇസു ട്രെയിൻ ഓടിക്കാൻ പോയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ട്രെയിൻ റൈഡ് പോകാന്ന് വിചാരിച്ചിട്ട് ട്രെയിനിൽ കയറിയിരിക്കുകയാണ്. ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് വന്നിട്ടില്ല. ലോക്കോ പൈലറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം ഇപ്പോൾ. അതാ ഇത്രയും ബോഗികളുണ്ട് നമ്മൾ കേട്ടോ. അങ്ങനത്തെ ലോക്കോ പൈലറ്റ് കയറി ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് മൂവ് ചെയ്തു കേട്ടോ. അടിപൊളി. അപ്പൊ നമ്മുടെ ട്രെയിനിനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എല്ലാം ഇലക്ട്രിക് വെഹിക്കിളാണ് കേട്ടോ. ഇവിടെ ഓടുന്ന മിക്കവാറും എല്ലാ വാഹനങ്ങളും തന്നെ ഈ കാറ്റുകളാണ്, ഇലക്ട്രിക്കലി വർക്ക് ചെയ്യുന്ന കാറ്റുകളുണ്ട്.
നമ്മള് മൂന്ന് കമ്പാർട്ട്മെന്റിലാണ്. ഞാൻ ഫ്രണ്ടില്, ബാക്കിൽ മുമ്പ്, ഏറ്റവും പുറകിലിടയ്ക്ക് ഈസോ ഇരിക്കാനുണ്ടോ. അങ്ങനെ ട്രെയിൻ യാത്ര ഇവിടെ അവസാനിച്ചു. നമ്മളിതാ ട്രെയിനിൽ നിന്ന് ഇറങ്ങി, നന്ദി ഇറങ്ങി, ഇസുവും ഇറങ്ങണില്ല കേട്ടോ. പോട്ട് മേക്കിംഗ് ഉണ്ട്. പോട്ട് മേക്കിംഗ് ടിക്കറ്റ് ഉണ്ട്. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ വന്നിരിക്കുകയാണ് ടിക്കറ്റ് കൗണ്ടറിൽ. അതെ, ഈ ശിക്കാര ബോട്ടിന് അതെ റൂം ഗസ്റ്റ് ആണ്. 2 പേര്. ചെറിയ കുട്ടിക്ക് വേണ്ടല്ലോ. അത് വേണം. പിന്നെ പോട്ട് മേക്കിങ്ങിന് 2 പേര്. പിന്നെ ഉള്ളത് എന്താണ്, വേറെന്താ ആക്ടിവിറ്റിക്ക് ടിക്കറ്റ് ഉള്ളത്? ഓക്കെ ഓക്കെ. അതിനോ? ഓക്കെ. 2 പേർക്ക് മതിയല്ലോ. അപ്പൊ അതിന് ഈ 3 എണ്ണത്തിലും എടുത്തോളൂ. 2 പേർക്ക് കേട്ടോ. എനി ടൈം ജോയിൻ ചെയ്യാലോ അല്ലേ ഈ ആക്ടിവിറ്റിയിൽ? ഓരോ ഷോട്ടും മെൻഷൻ ചെയ്തിട്ടില്ലേ? ഓക്കെ, താങ്ക് യു. ഇവിടെ ഷാപ്പിലെ കറികളും കിട്ടും കേട്ടോ, ലഭ്യത അനുസരിച്ചിട്ട്. നല്ല സെറ്റപ്പാണ്. എന്തായാലും ഞങ്ങൾ വന്നപ്പോൾ അത് ഉണ്ടായിരുന്നില്ല, അതാണ് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ ഡബിൾ ഡെക്കർ ബസ്സിലേക്ക് ഒരു റൈഡ് പോകാനായിട്ട് കയറിയാണ്. ഞാൻ ഈ സൈഡിൽ പറയാം. ഇതാ ഞങ്ങൾ ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ മുകളിൽ കൂടി പോകണ്ടോ. നല്ല രസമാണ് കേട്ടോ, അടിപൊളി സെറ്റപ്പാണ്. നമുക്ക് ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ നല്ല ഉയരത്തിൽ നിന്ന് കാണാനും, നല്ല മരച്ചില്ലകളുടെ ഇടയിലൂടെയും ഇലകളൊക്കെ തലയിലൊക്കെ തട്ടി മുട്ടിയൊക്കെ പോകുന്ന ഒരു കാഴ്ച ഭയങ്കര രസമാണ്. ഇത് ബസ്സിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ. നമുക്ക് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്ക് നല്ലൊരു എൻജോയ്മെന്റ് ആണ്. നമ്മളിപ്പോൾ ഡബിൾ ഡെക്കർ ബസ്സിന്റെ മോളിൽ ഇരുന്നിട്ടാണ് നമ്മുടെ റൈഡ് കേട്ടോ. തൊട്ട് നോക്കി കേട്ടാ. തൊട്ടുകൊണ്ടിരിക്കുകയാണ്. വേണ്ട, അതേ കണ്ട ആളുകൾക്ക് വളരെ കൗതുകത്തോടെ നമ്മൾ നോക്കുന്നതാണോ. എല്ലാവർക്കും ഭയങ്കര കൗതുകം. ഇത്തരം പാർക്കിലൊക്കെ വരുമ്പോൾ നമുക്ക് മുതിർന്നവർക്കും എല്ലാം മറന്നല്ല ആസ്വദിക്കാൻ കഴിയും കേട്ടോ. ഇതിന്റെ മുകളിൽ സറൗണ്ടിങ്സിലുള്ള എല്ലാ കാഴ്ചകളും കാണാട്ടോ. എവിടെ? ഇതാണ് ട്രീ ഹൗസ് കേട്ടോ. കപ്പിൾസിന് മാത്രം താമസിക്കാൻ പറ്റുന്ന ട്രീ ഹൗസ് ആണ് ഈ കാണുന്നത്. ട്രീ ഹൗസ് നല്ല അടിപൊളി സെറ്റപ്പാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനും. കണ്ടോ, ഒരു കുട്ടികൾക്ക് പറ്റില്ല, 2 പേർക്ക്, 2 അഡൽറ്റിന് മാത്രമേ താമസിക്കാൻ പറ്റുള്ളൂ. ഇസനെ നോക്കി എന്നിട്ട് മറിഞ്ഞു വീഴാത്ത രീതിയിൽ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആസ്വദിച്ച് യാത്ര തുടരുകയാണ്. നല്ല കണ്ണിന് ആനന്ദകരമായിട്ടുള്ള ദൃശ്യവിരുന്നാണ് കേട്ടോ ഈ ഡബിൾ ഡെക്കർ ബസ്സിന്റെ മുകളിലിരുന്ന് നമുക്ക് കാണാൻ പറ്റുമ്പോൾ ഭംഗിയാണ്. കലപ്പെഴുതിയ കർഷകൻ. ഞങ്ങൾ ഇറങ്ങി വരാം, ഇപ്പോൾ വരാം കേട്ടോ. എന്താണ്? ഇറങ്ങാണ്. ഓക്കെ. അങ്ങനെ ഞങ്ങളുടെ യാത്ര തൽക്കാലം ഇവിടെ നിർത്തിയാണ്. ഡബിൾ ഡെക്കർ ബസ്സിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി ഇവിടെ പോട്ട് ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് കിടക്കാൻ പോവുകയാണ്. ഓക്കെ, താങ്ക് യു. ചവിട്ടിക്കുളശ്ശേരത്തെ മണ്ണാണ് കാണുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ പോട്ട് നിർമ്മാണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള തുടക്കം എന്നാണ് മണ്ണ് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ ഇവിടെ തയ്യാറാക്കുന്ന ഈ ആള്. അപ്പോൾ ഇദ്ദേഹമാണ് നമ്മൾ പഠിപ്പിച്ചു തരുന്നത്. പഠിപ്പിക്കുകയും നമ്മളൊപ്പം ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ്. നന്ദ തുടങ്ങിക്കഴിഞ്ഞു. മനോഹരമായ രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് നമുക്ക് അത് റെഡിയായി വരുന്നുണ്ടോ. ഈ മണ്ണ് പ്രത്യേകം തയ്യാറാക്കിയ മണ്ണാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അത് കൂട്ടിക്കുഴച്ച് എടുത്ത് മിക്സ് ചെയ്തിട്ടുള്ള മണ്ണാണ് എടുക്കുന്നത്. അവിടെ നല്ല മനോഹരമായിട്ട് കറങ്ങി വരുന്നുണ്ടോ. മതി ഇവിടെ ഇരിക്കുക. അങ്ങനെ നന്ദി ഉണ്ടാക്കിയത് ആ കൊച്ചു കലം റെഡിയായിട്ട് മനോഹരമായി ഡിസൈൻ ചെയ്ത കലം റെഡിയായി. നന്ദിക്ക് ഒരുപാട് സന്തോഷമായി. അടുത്തത് ഞാൻ ചെയ്യാൻ പോയും വാച്ച് ഒക്കെ നമുക്ക് ഓർണമെന്റ്സ് കയ്യിലൊക്കെ ഉണ്ടെങ്കിൽ റിങ്ങൊക്കെ ഉണ്ടെങ്കിൽ അയച്ച് മാറ്റണം. അങ്കിൾ പറഞ്ഞു തരും. അപ്പൊ അതുപോലെ നമുക്ക് തൊടാട്ടാ, കയ്യിൽ ഇങ്ങനെ തൊടാൻ കേട്ടാ. അപ്പൊ നമുക്ക് പാത്രം ഉണ്ടാക്കാം. എന്താ പിടിച്ചോട്ടാ. എന്താ
എന്താ കുഞ്ഞു പാത്രം ഉണ്ടാക്കണുണ്ടാ? ഇഷ്ടപ്പെട്ടാ? ആ കൊച്ചിന് ഇഷ്ടപ്പെട്ടു അല്ലേ? എന്താ മതി 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 കൈ ആ കണ്ട പിന്നെ കൈ കഴുകാം കേട്ടോ. പിടിച്ചാ മതി കേട്ടാ. ആ കൈ എടുത്തു മതി മതി. അമ്പോ അടിപൊളി. അങ്ങനെ ഞാൻ ഒരു കൊച്ചു കൂജ ഉണ്ടാക്കാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഒരുമിച്ച് തീരുമാനമെടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ആ കൂജ നമ്മുടെ കൈകളിലൂടെ പതുക്കെ പതുക്കെ രൂപപ്പെട്ട് ഭംഗിയെ വന്നുകൊണ്ടിരിക്കും. ഇറ്റ് വാസ് വണ്ടർഫുൾ എക്സ്പീരിയൻസ്. നോ ഇതിൽ നന്ദിത എന്ന് പേര് എഴുതിക്കോട്ടോ. ഓക്കെ. അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കിയ കൂജ എൻ്റെ കൈകളിലേക്ക് ഇപ്പോൾ കൈമാറും. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് കയറ് പിരിക്കുന്നതാണ് കേട്ടോ. കയറുണ്ടാക്കുന്നതാണ് മെഷീനിലൂടെ. ഇതാ നന്ദ ട്രൈ ചെയ്യണം കേട്ടോ. കയറ് പിരിച്ച് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന എന്താ പറയുക മുടിക്കയറുന്നു എന്നൊക്കെ പറയുന്ന കയറുതാ ഉണ്ടാക്കി നീളം പെരുകി വരുന്നുണ്ടോ. ഈ അമ്മച്ചി നന്ദയെ പഠിപ്പിച്ച് റെഡിയാക്കി കണ്ടോ. ഈ മോട്ടറിലൂടെയാണ് സംഭവം റെഡിയായിരുന്നത്. ഈസു ഇതൊക്കെ കണ്ട് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി നടക്കുകയാണ്. ഇത് കണ്ടോ മുളയിൽ മനോഹരമായിട്ടുള്ള ശില്പം. അതായത് നല്ല ഫ്ലവർ വേസും ഫ്ലവറൊക്കെ തീർക്കുന്ന ഒരു സുഹൃത്തിനോട് പരിചയപ്പെട്ടു. ഇവിടെ ഇദ്ദേഹം ഇങ്ങനെ ഷോയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ് കണ്ടോ. നല്ല മുള ചീന്തി എടുത്ത് റൗണ്ട് ചെയ്തെടുക്കുന്ന സ്റ്റിക്കിൽ നിന്നാണ് ഇതുണ്ടാക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം വളരെ മനോഹരമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുത്തു. നല്ല മനോഹരമായിട്ടുള്ള പൂക്കൾ. ഈ പൂക്കൾ അതിൻ്റെ ചെറിയ സ്റ്റമ്പിൽ എല്ലാം മുള തന്നെയാണ്. മുളയിൽ തീർത്ത് സ്റ്റമ്പ് ഒട്ടിച്ച് ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ്. ഇങ്ങനെ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ടാക്കുന്ന ഒരാളാണ്. കൊള്ളാട്ടോ, നല്ല അടിപൊളി ഐറ്റം ആയിട്ടുണ്ട് കേട്ടോ. കൊള്ളാം. എന്തൊക്കെ പരിപാടികളാണല്ലോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതേ ഇസു അവിടുത്തെ ഒരു ചേച്ചി കയറ് പിരിക്കാൻ ഉണ്ടാക്കുന്ന ഈ വീല് കറക്കി ഉണ്ടാക്കുന്ന കണ്ട അതേ രൂപത്തിൽ തന്നെ ഇസും ചെയ്തുകൊണ്ടിരിക്കുകയുണ്ടോ. ഇസു വളരെ ഒബ്സർവേഷനിലുണ്ട്. എന്ത് കണ്ടാലും അതേപോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യും. ഉണ്ടാവും. മനോഹരമായിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് 11:30 മണിക്ക് റൂം വെക്കേറ്റ് ചെയ്യും. ഇപ്പോൾ 11:30 റൂം വെക്കേറ്റ് ചെയ്യുന്ന സമയം 11 മണിയാണ്. നമ്മൾ അല്പം സമയം കൂട്ടി പറഞ്ഞിട്ടുണ്ടായി 11:30 ആകുമ്പോഴേക്കും നമ്മൾ റെഡി ആവുമെന്ന് പറഞ്ഞത്. ഇവിടെ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ ബാഗ് അവിടെ കീപ്പ് ചെയ്തിട്ട് ഫ്രണ്ട് ഓഫീസിൽ കീപ്പ് ചെയ്തിട്ട് ബാക്കി നമുക്ക് കാണാത്ത, അതായത് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത കുറേ ആക്ടിവിറ്റീസ് കൂടി ഉണ്ട്. ഒന്ന് നമ്മൾ പോട്ടിൻ്റെ ഒക്കെ നമ്മൾ ചെയ്തു. അതുപോലെ തന്നെ ശിക്കാര ബോട്ടിൽ നമ്മളൊരു റൈഡ് നടത്താനുണ്ട്. അത് പിന്നെ നമുക്കിവിടെ കാണാത്ത ഒന്നിട്ട് കാര്യം, ഒരു 12D സിനിമ ഉണ്ട്, 10 മിനിറ്റ് മറ്റേ ഉള്ളൂ. അപ്പൊ അത് നമുക്ക് കാണണം. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം കാണണം. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കണം. അത് കഴിഞ്ഞ ഏകദേശം എനിക്ക് തോന്നുന്നു നമുക്ക് 2-2:30 മണിയോടെ ഇവിടുന്ന് മാംഗോ മെഡോസിൽ നിന്ന് വിട പറയാം എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് റൂം വെക്കേറ്റ് ചെയ്തിട്ടുള്ള കാഴ്ചകളിലേക്ക് പോവാം. അപ്പൊ ഞങ്ങൾ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങിയാണ് ഇവിടുന്ന്. ചെക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ ഫ്രണ്ട് ഓഫീസിലേക്ക് നമ്മുടെ കാർട്ട് വന്നിട്ടുണ്ട്. കാർട്ടിലേക്ക് കയറാൻ പോയി. കാർട്ടിൽ നമുക്ക് ഫ്രണ്ട് ഓഫീസ് വരെ അവർ ഡ്രോപ്പ് ചെയ്യും. അപ്പൊ നമ്മൾ റൂമിനോട് വിട പറഞ്ഞ് നമ്മൾ ഫ്രണ്ട് ഓഫീസിലേക്ക് അതൊക്കെ എടുക്കാന്ന് വീട് എടുക്കാമല്ലോ വന്നിട്ട്. അപ്പൊ നമ്മൾ ഈ ഫ്രണ്ട് ഓഫീസിൽ പോയിട്ട് ഇതാണ് കാണുന്നത് ഫ്രണ്ട് ഓഫീസ്. ഇന്നലെ വന്ന പോലെ ഇന്നലെ രാവിലെ വന്നില്ലേ, അവിടുത്തെ നമ്മൾ എൻഡ് ചെയ്യണം. ഇവിടുന്ന് നമുക്ക് കുറച്ച് ബില്ലുകൾ, ഫുഡിൻ്റെ ഒക്കെ ബില്ലുകൾ സെറ്റിൽ ചെയ്യാനുണ്ട്. അതിനുശേഷം നമുക്ക് വീണ്ടും പഴയ നമ്മുടെ ആക്ടിവിറ്റീസിലേക്ക് വീണ്ടും തിരിച്ചു പോകും നമ്മൾ. അങ്ങനെ അവർക്ക് ഫീഡ്ബാക്ക് ഒക്കെ കൊടുത്തു. എല്ലാം സെറ്റിൽ ചെയ്യാനായിട്ട് വന്നു. എല്ലാം ക്ലിയർ ചെയ്തു. നമ്മൾ ഞങ്ങളങ്ങനെ എല്ലാ ബില്ലുകളും സെറ്റിൽ ചെയ്തു. ഇനി നമുക്ക് വീണ്ടും നമ്മുടെ റിക്രിയേഷണൽ പാർക്കിൽ ബാക്കിയുള്ള ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് നമുക്ക് പോവാം. അതിനുശേഷം നമുക്ക് ഇവിടുന്ന് ഇനി നമുക്ക് ഫ്രീ ആയി നമ്മുടെ ലാപ്ടോപ്പ് കൂടെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ലഗേജ് നമ്മുടെ കാറിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും പാർക്കിലേക്ക് പോവാം. സമയം 12 മണിയായി. വാ.
ഇസു അങ്ങനെ പാട്ടൊക്കെ പാടി ആസ്വദിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ മോളിൽ ചെയ്യണം, അതിനിടയ്ക്ക് നമുക്ക് ചൂണ്ടയിടാമെന്ന് വിചാരിച്ചു. ഇസുവിന് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ചൂണ്ടയിടാനായിട്ട് ഇതേ നന്ദ കൂടെ നിന്ന് ചൂണ്ടയിടുന്നുണ്ട്. നമ്മുടെ ശിക്കാര വള്ളം ഇപ്പം തന്നെ വരും കേട്ടോ. വന്നു കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് കയറി എൻജോയ് ചെയ്യാം. ഇതാ വന്നു കഴിഞ്ഞു. അങ്ങനെ ശിക്കാര വള്ളം ഇതാ വന്നു കഴിഞ്ഞു നമ്മുടെ കരയിലേക്ക് അടുപ്പിച്ച് നിർത്തിയതിന് ശേഷം നമുക്ക് കയറാം. അപ്പോൾ ഒരുപാട് യാത്രക്കാരുണ്ട് കേട്ടോ, റൈഡിന് പോയവരുണ്ട്. എല്ലാവരും ഒന്നൊഴികെ ഒന്നായിട്ട് ഇങ്ങനെ ഇറങ്ങി വന്ന് ഞങ്ങൾ അവസാനം ഞങ്ങളുടെ ഊഴമെത്തി. ഞങ്ങളിതാ കയറാൻ പോണു. ഇസു ആദ്യം കയറി, അടിപൊളി. നന്ദി കയറി സൂക്ഷിച്ചിരിക്കട്ടോ. അങ്ങനെ നമ്മുടെ ശിക്കാര വള്ളത്തിലേക്കുള്ള ഞങ്ങളത് കയറി മനോഹരമായിട്ടുള്ള ശിക്കാര വള്ളത്തിൽ കയറി നമുക്ക് എൻജോയ് ചെയ്യാൻ തീരുമാനിച്ചു. ഇതൊക്കെ ഒരു ഭയങ്കര രസമുള്ള യാത്രയാണ് കേട്ടോ. നമുക്ക് നമ്മുടെ ഈ ശിക്കാര വള്ളത്തിൽ വെള്ളത്തിലൂടെ പോകുന്നൊരു കാഴ്ച, ഒരുപാട് പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാമെന്ന് പറയുമ്പോൾ നല്ല രസമാണ്. ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു യാത്രയാണ് കേട്ടോ. നല്ല മനോഹരമായ ദൃശ്യങ്ങളാണ്. ഏതെങ്കിലും കുട്ടനാട്ടിലൂടെ പോകുന്ന പോലെ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. കണ്ടോ, നല്ല അടിപൊളി സെറ്റപ്പായിട്ട് നമുക്കിന്ന് ഉച്ച സമയം വെയിലുണ്ട്, പക്ഷേ വള്ളത്തിൻ്റെ അകത്തായതുകൊണ്ട് നമുക്ക് ആ ബുദ്ധിമുട്ടില്ല. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. ശിക്കാര വള്ളത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെ വരെ പോകും നമ്മളിങ്ങനെ? ആഹാ, അങ്ങനെ കറങ്ങി വരും അല്ലേ? ഓ ശരി ശരി. ആഹാ, പണി നടക്കണ്ടല്ലേ? ഇവിടുന്ന് ഇനി അങ്ങോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ ബ്ലോക്കാണ്. അതിനുശേഷം നമ്മൾ തിരിക്കുകയാണ്. ശിക്കാരവളം തിരിച്ചങ്ങോട്ട് തന്നെ പോകും അല്ലേ? പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ശിക്കാരവളത്തിന്റെ അറ്റത്തിരിക്കണ്ടോ? എന്താ മിഠായി കണ്ട് കാണാട്ടോ. നമുക്ക് ഇറങ്ങിയിട്ട് വരാം. ഇപ്പൊ ഇറങ്ങും നോക്കി, ഇപ്പൊ ഇറങ്ങിയിട്ട് വരാം കേട്ടാ. ഇറങ്ങിയിട്ട് വരാം. ശിക്കാര വള്ളത്തില് നമ്മുടെ റൈഡ് കഴിഞ്ഞു. നമ്മളിപ്പോ എൻഡിലേക്ക് വന്നു. ഇപ്പൊ സമയം 1 മണിയാറായി. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മാംഗോ വിലാസം ടീ ഷോപ്പിലൊന്നും കയറിയിട്ടില്ല, അവിടെ നിന്ന് കയറണം. അപ്പൊ അവിടെ നിന്ന് കയറിയിട്ട് നമുക്ക് ബാലൻസ് ഉള്ള ഒരു 12D സിനിമയുണ്ട്, അതുകൊണ്ട് നമുക്ക് കവർ ചെയ്യണം. അങ്ങനെ ഞങ്ങൾ ശിക്കാര ബോട്ടിൽ റൈഡിൻ്റെ കഴിഞ്ഞു. ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ്. നമ്മുടെ സാരഥി ഇതാ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. ശിക്കാര വെള്ളം ഇതാ നിയന്ത്രിച്ച് സൈഡിലേക്ക് ഒതുക്കി ഞങ്ങളിതാ ഇറങ്ങി. താങ്ക് യു. ഇസുവിൻ്റെ യൂട്യൂബ് ചാനലാണ് കേട്ടോ, ബെല്ലക്കുട്ടി വ്ളോഗ്സ്. അതുകൊണ്ട് അവൾ ഇടയ്ക്ക് പറയുന്നത് ബെല്ലക്കുട്ടി. വെല്ലക്കുട്ടി. ഇവിടെ താഴെ അടിച്ചിരിക്കുന്നതൊക്കെ കോയിൻ, നമ്മുടെ നാണയത്തൊട്ടുകളില്ലേ, കോയിന്റെ ബാലൻസ് ഷീറ്റ് ആണ് ഇവിടെ വെച്ചിട്ടാണ് അടി ഫ്ലോർ ചെയ്തേക്ക് കണ്ടോ. അടുത്ത് ഞങ്ങൾ പെഡൽ ബോട്ടിലേക്ക് റൈഡിന് പോകാൻ പോയിട്ടുണ്ട്. ആ പെഡൽ ബോട്ടിലേക്ക് കയറാൻ പോകുന്നു. നമുക്ക് പെഡൽ ബോട്ട് ഒന്ന് എൻജോയ് ചെയ്തിട്ട് വെള്ളമൊക്കെ ഉണ്ടല്ലോ, ലീക്കാണോ? അത് വെച്ചിട്ട് ചെയ്യണം. അവിടെ ഓടരുതട്ടാ, വെള്ളത്തിൽ മറിഞ്ഞു വീഴും. അനങ്ങരുതട്ടാ, വെള്ളത്തിലേക്ക് മറിയും ഇത് കേട്ടാ. കുഞ്ഞനങ്ങാണ്ട് അവിടെ ഇരുന്നോട്ടാ. ഞങ്ങൾ പെഡൽ ബോട്ടിലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെഡൽ ബോട്ടില് കേട്ടാ ഇസുതാ ഇരിക്കാണ്ടാ.
ഇത് പിന്നെ ഫ്രീ ആണ് കേട്ടോ അല്ലേ. നമ്മൾ അവിടെ പോയി കഴിഞ്ഞപ്പോ ഭയങ്കര ടഫായിരുന്നു അല്ലേ. ഒക്കെ ഞാൻ തിരിച്ചോളാം, നീ പേടിക്കണ്ടെന്നേ, ധൈര്യമായിട്ട് ഇസു ഇരിക്കണ്ട, അല്ല അടിപൊളിയായിട്ട് ഉണ്ടാ. ഓ ആ വെള്ളമുണ്ട്. അങ്ങനെ ഞങ്ങളുടെ പെഡൽ ബോട്ട് യാത്രയും ഇവിടെ അവസാനിച്ചു. ചേച്ചി വേഗത്തിൽ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാണ്ട് വീട്ടിലേക്ക് പോകാനുള്ള തിരക്കിലാണ്. അടുത്തതായിട്ട് നമുക്ക് മാംഗോ വിലാസം ടീ ഷോപ്പിൽ കയറി ചായ കഴിക്കാം. പരമ്പരാഗതമായിട്ടുള്ള ശൈലിയിലുള്ള ചായക്കടയാണ്, പഴയ സമോവറൊക്കെ ഉള്ള നല്ല ചായക്കടയാണ്, അടിപൊളി സെറ്റപ്പ്. കണ്ടോ ഇവിടെ വിലവരപ്പട്ടിയൊക്കെ ഉണ്ട്. കണ്ടോ ഈ ചേട്ടൻ്റെ ആ ചായ എടുക്കുന്ന കണ്ടോ, എന്ത് രസം നോക്കി. പഴമയുടെ ആ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് നമുക്ക് വരുന്നില്ല. പഴയ ഗ്രാമ അന്തരീക്ഷത്തിലുള്ള ചായക്കട, അതിൻ്റെ ഓർമ്മകളാണ് നമുക്ക് ഓടിയെത്തുന്നത് വാസ്തവത്തിൽ. കണ്ടോ എണ്ണമയം പുരണ്ട ചില്ലലമാരിയിൽ നമുക്ക് വടയും പരിപ്പോടയൊക്കെ കാണാം. അതിനകത്ത് പഴയ സിനിമ പോസ്റ്ററുകൾ, പഴയ റേഡിയോ, എല്ലാം പഴമയുടെ വലിയ സെറ്റപ്പ്. നല്ല രസമായിട്ടുണ്ട് കേട്ടോ, നല്ല രീതിയിൽ അത് ക്രമീകരിച്ചിട്ടുണ്ടെന്നുള്ളതാണ് കേട്ടോ. താഴമ്പൂ മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി. ഇതുപോലെ മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ കേട്ടുകൊണ്ട് ഗ്രാമീണ അന്തരീക്ഷത്തിൽ ഒരു കാലഘട്ടത്തിൽ നിന്ന് ചായക്കടലിൽ ചായ കുടിച്ചിട്ടുള്ള ആ ഓർമ്മകളൊക്കെ നമുക്കിവിടെ പുനർജനിക്കുന്ന രീതിയിലുള്ള അടിപൊളി സെറ്റപ്പ് കടയാണ് കേട്ടോ. വളരെ നൊസ്റ്റാൾജിക് ഫീലിങ്സ് നമുക്ക് തന്നിട്ടുള്ളതാണ് ആ ചേട്ടനും. ഇത് കഴിഞ്ഞാൽ ഈസുമായിട്ട് അതായത് ഈ ഗെയിം കളിക്കാൻ കയറി. ആദ്യമായിട്ടാണ് അവൾ ഇത്ര ഉയരത്തിലേക്ക് ഒറ്റയ്ക്ക് കയറുന്നത്. ഞങ്ങളും അത്ഭുതപ്പെട്ടു. എന്തായാലും അവൾക്കൊരു പേടിയില്ലാതെ കയറി നല്ല രീതിയിൽ അവൾ പെർഫോം ചെയ്യുന്നതാണ്. മെഡിക്കായിട്ട് വരട്ടെ എന്ന് വിചാരിച്ചു. അവൾ തടഞ്ഞില്ല, അവളുടെ ഇഷ്ടത്തിന് പിടിച്ചിരുന്ന ചവിട്ടിക്കൊണ്ട് ബാലൻസ് നേരെ ബാലൻസ് പിടിച്ചിരിക്കും. ഇതാ നന്ദി എന്നിട്ട് സൈക്കിൾ ഓടുന്നുണ്ടോ, അടിപൊളി. ഒരു പുന്നാരേ കാടുമേക്കാൻ കാടിനുള്ളിൽ. പോണില്ല മതിയാ. അങ്ങനെ ഇസുവിൻ്റെ ഒപ്പം ഞങ്ങൾ എൻജോയ് ചെയ്ത ഇസുവിനെ വീണ്ടും ഈ ഒരു കാർട്ടിൽ കയറി ചവിട്ടണം, അല്ല അവളെ ഇങ്ങനെ തള്ളിക്കൊണ്ട് പോകണം നമ്മൾ വലിയ ആഗ്രഹമായിരുന്നു. അതുകൂടി സാധിച്ചു കൊടുത്തു ഞങ്ങൾ. അവിടെ നിന്നിട്ട് മറ്റേ നേരെ നോക്കി ചവിട്ട്, നേരെ നോക്കിയിരിക്കും, നേരെ നോക്കി സ്റ്റിയറിംഗ് പിടിക്കട്ടാ. അങ്ങനെ പോട്ടെ വണ്ടി തിരിച്ചോട്ടോ, മുട്ടാതെ തിരിച്ചോളൂ കേട്ടോ. അങ്ങനെ നന്ദ അങ്ങനെ പാടത്തേക്ക് ഇതേ ജലചക്രം തിരിച്ച് വെള്ളം തിരിച്ചുകൊണ്ടിരിക്കുകയുണ്ടോ. നല്ല കൃഷിയാണ് ഇവിടെ. അപ്പോൾ കൃഷി സ്ഥലത്തേക്ക് നന്ദയ്ക്ക് വലിയ ആഗ്രഹം ജലചക്രം തിരിച്ചുകൊണ്ട് വെള്ളം തിരിക്കണമെന്ന്. അതേ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇസുണ്ട് കേട്ടോ, അടിപൊളി. അങ്ങനെ ഞങ്ങൾ നല്ല കൊഴുവ് വറുത്തതും കൂട്ടി ഊണ് കഴിച്ചു. വിശാലമായിട്ടിരുന്ന് ഊണ് കഴിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഞങ്ങളിപ്പോൾ ഫുഡ് കഴിച്ചു, ഉച്ചയ്ക്കുള്ള ഫുഡുകൾ കഴിച്ചു. ഇനി ഞങ്ങളൊരു 12 സിനിമ ഉണ്ട്, ആ ഷോയിൽ കഴിഞ്ഞിട്ട് നമ്മളിവിടുന്ന് തിരിക്കാമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇനി നെക്സ്റ്റ് പ്രോഗ്രാം നമ്മുടെ 12 ഷോയാണ്, സിനിമയാണ്. ഇതാ 12 സിനിമ ഹാളിലേക്ക് ഞങ്ങളെത്തി. ഇവിടെ അടിപൊളി സെറ്റപ്പൊക്കെയാണ്. നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ള പോലെ ഇവിടെയാണ് 12 സിനിമ ഇവിടെയാണ്. നമുക്ക് ഓരോ ബാച്ചായിട്ട് കയറുന്നുണ്ടോ, അവിടെ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നുണ്ടോ. ഇതുണ്ട്, ഇതൊരു സീറ്റിലിരുന്നിട്ട് 12 പേർക്കാണ് ഒരു സമയം ഇരിക്കാൻ പറ്റുന്നതാണ്. അടുത്ത ഷോയ്ക്ക് നമ്മൾ വിളിക്കും. ഒരു ഷോ സ്റ്റാർട്ട് ചെയ്യാൻ പോയെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ ഇവിടെ മൊത്തത്തിൽ ഇരുന്ന് ഷെയ്ക്ക് ചെയ്യുന്ന ചെയറൊക്കെ ആയതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ക്യാമറയൊക്കെ ചിലപ്പോൾ താഴെ പോകാറുണ്ട്. അതിന് ഞാൻ മുതിർന്നില്ല. അങ്ങനെ റെഡി ആയിരിക്കുകയാണ് ഫിലിം തുടങ്ങാനായിട്ട്. അങ്ങനെ നമ്മുടെ 12 സിനിമയും കഴിയാറായി. 12 സിനിമ കഴിഞ്ഞു. താങ്ക് യു. ഇസു അങ്ങനെ കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടി എൻജോയ് ചെയ്തു. ഞങ്ങൾ വീട്ടിൽ എല്ലാ ആക്ടിവിറ്റീസും ചെയ്തു. ഇതാ പരശുരാമൻ്റെ ഒരു പ്രതിമ ഉണ്ടോ ഇവിടെ. അതുപോലെ തന്നെ വാച്ച് ടവർ ഉണ്ട്. അതിൻ്റെ മുകളിൽ കയറിയാൽ ചുറ്റുമുള്ള എല്ലാ കാഴ്ചകളും കാണാം. കാവും കുളവും ഉണ്ട്. ഇവിടെയൊക്കെ ഞങ്ങൾ കണ്ടു, എൻജോയ് ചെയ്തു. അത് കുളമാണ്, ഇവിടെയൊക്കെ പോയി കണ്ടു. ഈ ATM കയറി കഴിഞ്ഞാൽ മായാവിയുടെയും കുട്ടൂസിൻ്റെയൊക്കെ ശബ്ദം കേൾക്കാം. അതിനുശേഷം ഞങ്ങൾ രാവിലെ ഉണ്ടാക്കിയ കൊടോ കലമൊക്കെ വാങ്ങിക്കാനായിട്ട് പോയി. അത് വാങ്ങിച്ചു.
ഒരു ഇളനീർ പന്തലിൽ കയറി കരിക്ക് കഴിച്ചു, ഐസുമായിട്ട് കരിക്ക് കഴിച്ചു. അടുത്തത് തണ്ടർ ബോൾട്ടിൻ്റെ ഒരു മിനിയേച്ചർ രൂപം, കുട്ടികൾക്ക് കയറാൻ പറ്റുന്ന ഒരു സംവിധാനം. അതിൽ ഐസുവിനെ കയറ്റി പൊങ്ങയും താഴേക്ക് ചെയ്തു. അവൾ എൻജോയ് ചെയ്ത് നന്നായിട്ട്. ഒപ്പം തന്നെ ഇത് കഴിഞ്ഞപ്പോൾ അവൾ ഇറങ്ങി. അതിനുശേഷം നന്ദ ഈ ഊഞ്ഞാൽ 5 കയറി ശ്വാസം അടക്കി നിന്നു. ഒരുപാട് ഒരു ഒച്ചത്തിൽ കരയുന്നൊക്കെ ഉണ്ടായിരുന്നു. അത് എൻജോയ് ചെയ്ത് ഞങ്ങൾ താഴേക്ക് ഇതാ ഇറങ്ങി. അങ്ങനെയുള്ള പുറത്തേക്ക് വരികയാണ്. ഇതൊരു ഹാൻഡിക്രാഫ്റ്റിൻ്റെ ഷോറൂമാണ്. അപ്പോൾ ഞങ്ങൾ മാംഗോ മെഡോസിന് ഇവിടെ പറയുമ്പോൾ കംപ്ലീറ്റ് കണ്ടു, പാർക്കെല്ലാം എൻജോയ് ചെയ്തു. നമുക്കിത് കാറിലേക്ക് കയറാൻ ലാപ്ടോപ്പ് വാങ്ങിക്കട്ടെ, എന്നിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ മാംഗോ മെഡോസിൽ നിന്ന് വിട പറയുകയാണ്. അതെ, ഇനി നമ്മള് നല്ല പ്ലേസ് ആണ് കേട്ടോ. കുട്ടികളൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുന്ന. ബെല്ലക്കുട്ടി. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്ലേസ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് എൻജോയ് ചെയ്യുക. ഒരു ദിവസം റൂം എടുത്ത് സ്റ്റേ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അപ്പൊ നമുക്ക് റിലാക്സ് ആയിട്ട് എല്ലാം കാണാൻ പറ്റും. അതെ. പിന്നെ നമുക്ക് ഹറിബറി ആവേണ്ട, നമുക്ക് ടയർഡ്നെസ് വരുമ്പോൾ നമുക്ക് റെസ്റ്റ് ചെയ്യാം. അങ്ങനെയുള്ള കുറെ സൗകര്യങ്ങളും കിട്ടും. ആഘോഷം നോക്കാം, നമുക്ക് അതെ. ആസ്വദിക്കാം. തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് യാത്ര തുടരാം. ഞങ്ങളങ്ങനെ മൂവാറ്റുപുഴ എത്തി. ഇവിടെ അപ്പൊ കുറച്ച് ചെറിയ ബ്ലോക്ക് ഉണ്ട്, കുറച്ച് സ്ലോ മൈനും ട്രാഫിക് ഉണ്ട് ഇവിടെ. ഇസു ഉറങ്ങിപ്പോയി, കണ്ടാ. ഇസു നല്ല ഉറക്കമായി. ഞങ്ങൾക്കൊരു ആനക്കുട്ടി ഉണ്ട്, അത് പില്ലോ പോലെ ഉപയോഗിക്കാം. അപ്പൊ അത് എപ്പോഴും നമുക്ക് യാത്രകൾ എടുക്കാറുണ്ട്. അങ്ങനെ എടുത്ത് കൊണ്ടുവന്നതിൽ നമുക്ക് അവർക്ക് ചാരി കിടന്ന് ഉറങ്ങാനായിട്ടൊരു കംഫർട്ട് ആയിരിക്കും. അങ്ങനെ എടുത്താണ് കേട്ടോ. അപ്പൊ അതിൽ കിടന്ന് അവള് ഉറങ്ങണത്. അപ്പൊ റൈഡുകളിലൊക്കെ കയറി അതിന് നല്ല ക്ഷീണമുണ്ട്. അങ്ങനെ കിടന്ന് കൈയൊക്കെ താടിക്ക് കൊടുത്ത് കിടന്ന് ഉറങ്ങിയാണ് കേട്ടാ. അങ്കമാലി ടൗൺ എത്തി. അങ്ങനെ ടൗണില് ബ്ലോക്ക് ഉണ്ട്, എന്നാലും അഡ്ജസ്റ്റ് ചെയ്താണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങള് വീട്ടിലെത്തി. ഇപ്പൊ യാത്ര കഴിഞ്ഞ് വീട്ടിലെത്തി. ലഗേജ് ഒക്കെ എടുത്ത് അകത്ത് വെച്ചു. അങ്ങനെ ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ യാത്രയൊക്കെ വളരെ സന്തോഷകരമായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങളും എന്തായാലും മാംഗോ മെഡോസിൽ ഒരു പ്രാവശ്യം വിസിറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ പോന്നപ്പോൾ വലിയ ട്രാഫിക് ബ്ലോക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. യാത്രയും നല്ല രീതിയിൽ നമുക്ക് തിരിച്ചെത്തി. അപ്പൊ അങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇനി റിലാക്സ് ചെയ്യണം, റെസ്റ്റ് ചെയ്യണം. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി അടുത്ത ദിവസം ക്ലിനിക്കിലേക്ക് പോകാനുള്ള, ഡ്യൂട്ടിയിലേക്ക് പോകാനുള്ളതാണ്. അപ്പൊ അവധി ദിവസങ്ങളൊക്കെ ആയിരുന്നു ഓണത്തിന്റെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.